ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ESIയിൽ എങ്ങനെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ലീവ് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന്. അതിന്റെ താഴെ എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നത് ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ വിചാരിച്ചു ESIയും PFO എനിക്കറിയാവുന്നത് ഞാൻ ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ മെറ്റർനിറ്റി ലീവും കാര്യങ്ങളും എല്ലാം ഞാൻ ESI വഴിയാണ് എടുത്തിട്ടുള്ളത്. ESI ഹോസ്പിറ്റലാണ് കാണുന്നതും. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. കമന്റ് ചെയ്താൽ ഞാൻ എന്നെയും കൊണ്ട് അറിയാവുന്ന വിധത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ESI നമ്പറാണ് വേണ്ടത്. ESI നമ്പർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പേ സ്ലിപ്പിൽ തന്നെ അത് മെൻഷൻ ചെയ്തിരിക്കും. ഇല്ല, നിങ്ങൾക്ക് പേ സ്ലിപ്പിൽ ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ നമ്മുടെ HR നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ HR ചോദിച്ചാൽ മതി, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ ESI നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വർക്കിൽ കയറിയിട്ട് 3 to 6 months കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആവുന്നത് കേട്ടോ. മുമ്പ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ആഡ് ചെയ്ത് വെക്കാം. നമ്മുടെ ESI പോർട്ടലിൽ കയറി നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇതൊക്കെ നമുക്ക് നേരത്തെ ചെയ്യാവുന്നതാണ്. പിന്നെ അവിടുത്തെ ഹോസ്പിറ്റൽ ഇതൊക്കെ നമുക്ക് 6 months കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അതെങ്ങനെയാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ESI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ആദ്യം കാണിക്കുന്ന ആ ലിങ്കിൽ തന്നെ കയറുക കേട്ടോ. അങ്ങനെ കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇതിൽ നമ്മൾ ഇൻഷുറൻസ് പേഴ്സൺ എന്ന് പറയുന്ന ഈ ലിങ്കിൽ കയറുക. ഇതിൽ കയറുമ്പോൾ ഇതുപോലെ വരും. ഇതിൽ നമ്മൾ ലാംഗ്വേജ് മാറ്റി കൊടുക്കുക. നമുക്ക് ആദ്യം ലോഗിൻ ചെയ്യുന്നതുകൊണ്ട് സൈനപ്പ് ആണ് ആദ്യമേ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ സൈനപ്പ് ചെയ്യാൻ നമ്മുടെ ഇൻഷുറൻസ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇത് മൂന്നും നമ്മുടെ പേ സ്ലിപ്പിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അടുത്ത് കൊടുത്തേക്കുന്നത് പോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ക്യാപ്ച കോഡും കൂടെ നമ്മൾ അടിച്ചു കൊടുത്ത് സൈനപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ അടിച്ചു കൊടുത്ത ഈ മൊബൈൽ നമ്പറിലേക്കായിരിക്കും നമുക്ക് OTP വരുന്നത്. അപ്പോൾ OTP നമ്മൾ ഈ സൈനപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് OTP വരും. OTP അടിച്ചു കൊടുക്കുക, വെരിഫൈ ചെയ്ത് കൊടുക്കുക. OTP അടിച്ച് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇതായിരിക്കും വരുന്നത്. അപ്പം പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലെറ്റേഴ്സ് ആഡ് ചെയ്യുക, അതുപോലെ നമ്പേഴ്സും ആഡ് ചെയ്യുക, സ്പെഷ്യൽ കോഡ്സുകളും ആഡ് ചെയ്യുക. അപ്പോൾ ഒരു ക്യാപ്സ് ലോക്ക് എന്തായാലും നമുക്ക് വേണം, ബാക്കി സ്മോൾ ആയാലും കുഴപ്പമില്ല. ഒരു ക്യാപ്സ് ലോക്കും ആൻഡ് അറ്റോ എന്തെങ്കിലും പോലുള്ള ഐറ്റംസ് ആഡ് ചെയ്യുക. അതുപോലെ നമ്പേഴ്സും ആഡ് ചെയ്ത് നമ്മൾ പാസ്വേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. ഇതിനകത്ത് ക്ലിക്ക് ഹിയർ ടു ലോഗിന് നമ്മുടെ നേരത്തെ എത്തിയ ഒരു ഇത് തന്നെ വരും. ഇതിനകത്തും ലാംഗ്വേജ് മാറ്റാനുണ്ടെങ്കിൽ ഹിന്ദി മാറ്റി ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് മാറ്റിയിട്ട് ഇൻഷുറൻസ് നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ക്യാപ്ച കോഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ഇനിയും ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണിക്കണമെങ്കിൽ വ്യൂ ഈ പഞ്ചാങ് കാർഡ് എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കാണിക്കും. ഇതിനകത്ത് ഇപ്പം ഫാമിലി ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ESIയിൽ നമ്മുടെ ID ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് നമുക്ക് വീഡിയോസ് ഇടാം. നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. ഇനിയും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ബൈ.